നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ 4-ാം തീയതി. ഇതുപോലെ 2024 ഡിസംബർ 4-ാം തീയതി ഒരു യുവ നേതാവ് കോൺഗ്രസിന്റെ തുടിക്കുന്ന ജനഹൃദയങ്ങളിലേക്ക് ജനം കൈപിടിച്ച പാലക്കാട്ടെ ജനം കൈപിടിച്ചുയർത്തിയ രാഷ്ട്രീയ നേതാവ്, ഭാവിയിൽ മുഖ്യമന്ത്രി പോലും ആകാൻ കഴിയുന്ന വിധത്തിൽ യശസ്സനായി നിന്ന, വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയ, കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്ന, ഈ നാട്ടിലെ ഓരോ അമ്മമാരും ഇഷ്ടപ്പെട്ടിരുന്ന, സ്വന്തം മകനെ പോലെ, തൊട്ടടുത്ത വീട്ടിലെ മകനെ പോലെ, സ്വന്തം ജ്യേഷ്ഠനെ പോലെയൊക്കെ പലരും കണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയ ദിവസമായിരുന്നു 2024 ഡിസംബർ 4-ാം തീയതി. 2025 ഡിസംബർ 5-ാം തീയതി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA, ലോകത്തിന് ഏറ്റവും കൂടുതലും നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്ന ഗതികേടിൽ എത്തി നിൽക്കുന്ന ഇതേ MLA വീണ്ടും ചരിത്രം പലതരത്തിലും വിരോധാഭാസമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇന്ന് രാഹുലിന്റെ അമ്മ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ഒരു ദിവസമാണ്. കാരണം തന്റെ മകന്റെ കയ്യിൽ നിന്നും വരാൻ പാടില്ലാത്തൊരു തെറ്റ് അത് മലയാളികൾ ഒന്നടങ്കം അറിയുകയും കോടതി അവനെ പിച്ച് ചീന്തുന്ന സാഹചര്യം ഉണ്ടാവുകയും അവനെ വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന, അവനെ കയ്യിൽ കിട്ടിയാൽ വെച്ചേക്കാൻ പോലും മടി കാണിക്കാത്ത ഒരു കൂട്ടം സംഘം അവന് പിന്നാലെ പായുന്ന രംഗം മനസ്സിലാലോചിച്ച് അവന്റെ അമ്മ വേദനിക്കുകയാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പോലും ഉള്ള സാഹചര്യം ഉണ്ടാവുകയാണ് ഇപ്പോൾ എന്ന് വ്യക്തമാകുന്നു. ഈ വിധി അറിഞ്ഞ് റിനി എന്ന പരാതിക്കാരി, ഇതിനു മുൻപും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരി റിനി പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. താൻ പറഞ്ഞ കാര്യം, തന്നെ വേട്ടയാടിയവർക്കെതിരെ കോടതി നൽകിയ ഒരു കൃത്യമായ മറുപടി ആയിരുന്നു ഇത് എന്നാണ് റിനി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയത്. എന്തായാലും യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S നസീറാണ് കേസ് പരിഗണിച്ചത്. രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ പുതുതായി സമർപ്പിച്ച തെളിവുകളും കോടതി ഇന്ന് പരിശോധിച്ചിരുന്നു. രാഹുലിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നിരുന്നു. തുടർന്ന് തുടർവാദം കേൾക്കാൻ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് തുടർവാദം കേട്ട കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ ജഡ്ജി ഒരു സ്ത്രീ ആയിരുന്നു. ഇന്നും അത് തന്നെയാണ് തുടർന്നത്. പക്ഷേ പ്രോസിക്യൂഷനും ഒരു സ്ത്രീയായിരുന്നു, പ്രോസിക്യൂട്ടറും ഒരു സ്ത്രീ തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശാസ്തമംഗലം അജിത്താണ് കോടതിയിലേക്ക് എത്തിയത്. സത്യത്തിൽ ഈ രണ്ട് സ്ത്രീകളും ചേർന്ന തെളിവുകൾ സഹിതം, തെളിവുകളുടെ കളികളായിരുന്നു, തെളിവുകളുടെ ഒരു മത്സരമായിരുന്നു കോടതിയിൽ നടന്നത്. ഈ തെളിവുകളെല്ലാം ചേർന്ന ശാസ്തമംഗലം അജിത്തിനെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യമാണ് കണ്ടത്. രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ FIR-ഉം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് എന്ന ചാപ്പ കുത്തുകയാണ് ഒടുവിൽ. രാഹുലും രാഹുലിന്റെ സഹോദരിയും അമ്മയും ഇപ്പോൾ ഏറെ വേദനിക്കുന്നുണ്ടാകും. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ്. രാഹുൽ ഇതെല്ലാം പോയൊരു ചീത്ത കാലം കഴിഞ്ഞ നല്ല കാലം രാഹുലിന് ഉടനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ഇന്ന് തുടർവാദത്തിന് മുന്നോടിയായി പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി. യുവതിയുമായുള്ള ചാറ്റിന്റെ പൂർണ്ണ രൂപം അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചതായാണ് വിവരം. അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കമാണ് പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയത്. അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകളായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതലായും ആശ്രയിച്ചത്. കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതിഭാഗത്തിന്റെ വാദം ആദ്യം കോടതി കേട്ടു. ശേഷം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കോടതി പരിശോധിച്ചു. തുടർന്ന് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. അങ്ങനെ വിധി പുറപ്പെടുവിച്ചപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി ജാമ്യം അനുവദിച്ചില്ല. ഒപ്പം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുകയും ചെയ്തത്. ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. നിസ്സഹായായ സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആരോപണമാണ് രാഹുലിനെതിരെ ഉള്ളത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച രേഖകളാണ് ഇന്ന് കോടതി നൽകിയത്. യുവതിയുടെ കേസിൽ ഉഭയസമ്മതപ്രകാരമായിരുന്നു ശരീരബന്ധം എന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി 23-കാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു.